കളമശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി പി രാജീവ്, അതോടൊപ്പം തന്നെ നടൻ സിജു വിൽസൺ എന്നിവർ ആലുവ ഉളിയന്നൂരിലുള്ള പ്രേമം പാലം, പ്രേമം സിനിമയിലൂടെ പ്രശസ്തമായ പാലമാണ്. ഈ പാലം സന്ദർശിക്കുകയാണ്. ഈ പാലം ടൂറിസത്തിന് വലിയ സാധ്യത ഉള്ള പാലമാണെന്ന് കണ്ടെത്തി. അങ്ങനെ കഴിഞ്ഞ ബജറ്റിൽ 1.5 കോടി രൂപയോളം അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പാലം ഒരുപാട് സാധ്യതകളുള്ള പാലമാണ്. എന്തായാലും മിനിസ്റ്റർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പാലം ഏത് തരത്തിലാണ് നമ്മൾ ടൂറിസം മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്? ടൂറിസം വകുപ്പ് ഇപ്പോൾ ചില ലൊക്കേഷനുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഡെസ്റ്റിനേഷൻ ടൂറിസമായിട്ട്. അക്കൂട്ടത്തിലാണ് നമ്മളിപ്പോൾ പ്രേമം ഉളിയന്നൂർ, നമ്മുടെ കളമശ്ശേരി മണ്ഡലത്തിലെ ഒരു പ്രധാന കേന്ദ്രം ഇതായിരുന്നു. പ്രേമത്തിൽ ഒരു കഥാപാത്രമായിട്ട് തന്നെ വേണമെങ്കിൽ ഈ പാലത്തെ കാണാം. ഇവരെല്ലാം കൂടെ സൈക്കിൾ ഓട്ടി നടന്നും ഒക്കെ ഇരുന്നിരുന്ന ആ സ്ഥലമാണ്. അപ്പോൾ ചെറുപ്പക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. എന്നാൽ ശരിയായി മെയിൻറ്റെയിൻ ചെയ്ത് കുറേ കൂടി ടൂറിസമായി ഇപ്പം മറ്റു രീതിയിൽ പാലം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ടൂറിസത്തിൻ്റെ താല്പര്യം വെച്ച് ഇതിനൊന്ന് മാറ്റിയെടുക്കുക, പരിവർത്തനം ചെയ്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് വളരെ ഇത് മേഖലയ്ക്കകത്ത് വിദഗ്ധരെയൊക്കെ വെച്ച് സിനിമാ ഫീൽഡിലുള്ളവരും എല്ലാമായി ചർച്ച ചെയ്തിട്ട് ഇതിൻ്റെ മാറ്റം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കളമശ്ശേരി ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി കൂടി ഒപ്പം പദ്ധതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. തീർത്ഥാടകരുടെ ഇതുമായി ബന്ധപ്പെട്ടൊരു ടൂറിസം സർക്യൂട്ട്, 1000 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, പള്ളികൾ, മുസ്ലിം പള്ളി ഇവയെല്ലാം ചേർത്തിട്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏലൂർ വാട്ടർ ഇതുമായി ബന്ധപ്പെട്ട ടൂറിസമുണ്ട്. കരുമാലൂർ, കുന്നുകര പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രാദേശിക ചെറിയ ചെറിയ ടൂറിസം കേന്ദ്രങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതും ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റാം എന്നതാണ്. അപ്പോൾ യുവാക്കൾക്കൊപ്പം ചെറുപ്പക്കാർക്കൊപ്പം അന്ന് ഇവരെല്ലാം കൊണ്ടാടിയ സിനിമയാണല്ലോ പ്രേമം. അപ്പോൾ അതൊന്നിച്ചുള്ള നടത്തം അതിൻ്റെ ഭാഗമായിട്ടൊന്ന് എടുത്തതാണ്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു ടൂറിസം സ്പോട്ടാക്കി മാറ്റാം, അത് സംബന്ധിച്ച് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ എല്ലാ വിഭാഗം ആളുകളുടെയും, ജൻസി ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി ക്ഷണിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഇതിനെ കാണുന്നത്. സിജു, ആ പ്രേമത്തിലെ അതേ വേഷത്തിൽ തന്നെയാണ്? എനിക്ക് ഈ വേഷമൊന്നുമില്ല. ഞാൻ ഈ വേഷം ഇട്ടിട്ടുള്ള പ്രേമത്തിൽ നീവനൊക്കെയാണ് ഇട്ടിരുന്നത്. എന്താ പറയുക, എനിക്ക് ഇടാനായിട്ട് സാധിച്ചില്ല. അപ്പം എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നിപ്പോൾ വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് വരട്ടെ. എന്തായാലും ഈ പറഞ്ഞ പോലെ ഇത് പ്രേമം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് പോപ്പുലറായത്. അതിനു മുമ്പേ നമ്മൾ അക്വഡക്റ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അക്വഡക്റ്റ് എന്നാണ് പറയുന്നത്. കാരണം കാർഷിക പരിപാടികൾക്കായിട്ട് ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിക്കുന്ന പരിപാടിയായിരുന്നു. ഇതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയിലൂടെ അത് ഫേമസ് ആയി. അത് കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ ഈ സ്ഥലം അന്വേഷിച്ച് വരികയും പിന്നെ അത് ബുദ്ധിമുട്ടാവുകയും പിന്നെ അത് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ടൂറിസം പരിപാടിയായിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. എനിക്ക് ഏകദേശം 4-4.5 കിലോമീറ്ററോളം ദൂരമുണ്ട് അത്. അപ്പോൾ ഒരു വാക്ക് വേ പോലെ തന്നെ എല്ലാവർക്കും ഒരു ഈവനിങ് വാക്കും മോർണിംഗ് വാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്പേസാണ്. സൈക്ലിങ്ങും ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആയിട്ടാണ് തോന്നിയത്. നമ്മളത് എപ്പോഴും ചർച്ച ചെയ്യാറുള്ള കാര്യമാണ്, ഇതെങ്ങനെയാണ്, എന്നാണിത് അങ്ങനത്തെ രീതിയിലേക്ക് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അതിനൊരു തുടക്കം കുറിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് വന്ന സമയത്ത് ഇത് അധികം പേരും തിരിച്ചറിയാത്തൊരു സ്ഥലമായിരുന്നു. പിന്നീട് ആ സിനിമയ്ക്ക് ശേഷം ഒരുപാട് പേര് വരുന്ന ഒരു സ്പോട്ടായി മാറി. വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ എന്താ തോന്നുന്നത്? എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് കേട്ടപ്പോൾ നമുക്കൊരു വിഷമമുണ്ടെങ്കിലും അതെങ്ങനെ നാട്ടുകാർക്കും ജനങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരെൻഡിലാണ് ഈ പറയുന്ന പോലെ പ്രേമത്തിൻ്റെ എന്താ പറയുക ഹോസ്റ്റലൊക്കെ ഷൂട്ട് ചെയ്ത സ്പേസ് ഉള്ളത്. അത് എൻ്റെ ഓഫീസാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ ഇതിൽ വെള്ളം കയറുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ചാടാറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളിത് എന്നാണിത് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നതെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കറക്റ്റ് സമയത്താണ് ഇതിനുള്ളൊരു തുടക്കം കുറിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയമാണ്. എന്താണ് നിലപാടെന്താണ്? നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർ വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അല്ലാതെ നമ്മൾ പറയുന്നതിലല്ലല്ലോ, നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുന്നതിലാണ് കാര്യം എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയും അതിൻ്റെ പ്രസ്ഥാനമൊക്കെ വിജയിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞാനും ആശംസിക്കുന്നത്. പ്രേമം എന്ന സിനിമയിലൂടെ പ്രശസ്തമായ പാലമാണ് ആലുവ ഉളിയന്നൂരിലുള്ള ഈ അക്വഡക്റ്റ്. ഇത് ടൂറിസം മേഖലയ്ക്ക് വേണ്ടി വലിയ സാധ്യതകളുള്ള പാലമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഇത് വികസിപ്പിക്കുമെന്നാണ് കളമശ്ശേരിയിലെ നിലവിലെ MLA-യും LDF സ്ഥാനാർത്ഥിയുമായ പി രാജീവ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രേമം സിനിമയിൽ അഭിനയിച്ച നടൻ സിജു വിൽസനൊപ്പം ഈ പാലം സന്ദർശിക്കാനെത്തിയത്. എന്തായാലും ഈ പാലം ഒരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാകുമെന്നാണ് മന്ത്രി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.